السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. അഹിഖുൽ ഖുർആനിന്റെ 13ാമത്തെ ഹദീസ് പാഠത്തിൽ സിയാദ് ബിൻ ഇലാഖ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن زياد بن علاقة رضي الله تعالى عنه عن أمه قال كان النبي صلى الله عليه وسلم يقول اللهم إني أعوذ بك من منكرات الأخلاق والأعمال والأهواء. رواه الإمام الترمذي رحمه الله. സിയാദ് ബിൻ ഇലാഖ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതൃവ്യനിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്. അല്ലാഹുവേ, വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വൽ അഅ്മാൽ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ. വൽ അഹ്വാ, ദേഹേച്ഛകൾ അഥവാ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ദീനിനെതിരായുള്ള പ്രവർത്തനങ്ങൾ, അതിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവവും ഏറ്റവും വൃത്തികെട്ട പ്രവൃത്തികളും വേണ്ടാത്ത ചിന്തകളുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സഹജീവികൾക്ക് പോലും അവനോട് വെറുപ്പായിരിക്കും. അത്തരത്തിലുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സമൂഹത്തിൽ പോലും നിലയും വിലയും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ പിന്നെ റബ്ബിന്റെ അരികിൽ ഒരു കാരണവശാലും അവന് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ തന്നെ അത്തരത്തിലുള്ള മോശമായ സ്വഭാവത്തിൽ നിന്നും മ്ലേച്ഛത നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ വൃത്തികെട്ട ചിന്തകളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടലും അനിവാര്യമാണ്. ഈ വക കാര്യങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. പതിവാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ഒരിക്കൽ കൂടി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅ്മാൽ വൽ അഹ്വാ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.